10 മണിക്ക് ഒരാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അയാൾ വീണ്ടും ഈ ജയിലിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആകാംക്ഷ. അതിലേക്ക് നയിച്ച പല കാര്യങ്ങളാണ് ഈ 10 മണിക്ക് ശേഷം ഇവിടെ നടന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ആൾക്കാർ ഏകദേശം 8 മണിയോടുകൂടി ഈ ജയിലിന് മുന്നിൽ എത്തിയിരുന്നു. അവർ വന്നപ്പോൾ മുതൽ വലിയ മുൻകരുതലോടുകൂടിയായിരുന്നു വന്നത്. കാരണം കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങും എന്ന് അറിഞ്ഞതുകൊണ്ട് ഇയാളുടെ ഫാൻസ് അസോസിയേഷനിൽപ്പെട്ട ആൾക്കാരും മറ്റുള്ള ഈ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയിൽപ്പെട്ട ആൾക്കാരും ഒക്കെ തന്നെ ഇവിടെ വന്നിരുന്നു. അവർ ആഘോഷത്തിന് വലിയ കോപ്പ് കൂട്ടി മുദ്രാവാക്യം വിളി നടത്തി. ജയിൽ വളപ്പിനുള്ളിൽ തന്നെ പടക്കം പൊട്ടിക്കാനുള്ള നീക്കങ്ങളും ഈ മെൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അങ്ങനെ മൊത്തത്തിലൊരു കോലാഹലമായിരുന്നു. ആ കോലാഹലത്തിനിടയിൽ പലരും ജഡ്ജിക്കെതിരെ പോലും മോശം പരാമർശങ്ങൾ നടത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലം ബോബി ചെമ്മണ്ണൂരിനെതിരെ തിരിയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചെമ്മണ്ണൂരിൻ്റെ ആളുകൾ വന്ന് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഇവിടെ ആരും കൂട്ടം കൂടി നിൽക്കണ്ട, അതായത് ഇയാളുടെ പേര് പറഞ്ഞാലും ഇവിടെ കൂട്ടം കൂടി നിൽക്കണ്ട എന്ന് തീരുമാനിക്കുകയും അത്തരത്തിലുള്ള നടപടികൾ നീക്കുകയും ചെയ്തത്. ഇതിനിടയിലാണ് കോടതി ഇത് സ്വമേധയാ ഇത് വീണ്ടും പരിഗണിക്കുന്നു എന്ന് വാർത്ത വരുന്നത്. പിന്നെയെല്ലാം തിടുക്കപ്പെട്ടായിരുന്നു നടന്നത്. ഇവിടെ വന്നു നിന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, അഭിഭാഷകനെ കാണുന്നു, ഒരു വെള്ള പേപ്പറിൽ എന്തോ എഴുതിക്കൊണ്ട് പോകുന്നു. അഭിഭാഷകൻ റോഡിൻ്റെ സൈഡിൽ വെച്ച് തന്നെ അയാൾ വേഗത്തിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. അതും കൊണ്ട് തിരിച്ച് ജയിലിൻ്റെ ഗേറ്റിലേക്ക് അയാൾ പോകുന്നു. അവിടെ ആ പേപ്പർ കൈമാറുന്നു. ആ പേപ്പറിൽ ഉണ്ടായിരുന്നത് ജാമ്യം ലഭിച്ചിട്ടും ആ ഉത്തരവ് ജയിലിൽ ഹാജരാക്കാതിരുന്നത് ട്രാഫിക് ബ്ലോക്ക് മൂലമായിരുന്നു, അതുമൂലം സമയത്തെത്താൻ കഴിഞ്ഞില്ല എന്ന ഒരു സത്യവാങ്മൂലം ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ എഴുതി ഒപ്പിട്ട് കൊടുത്തു. അത് അകത്തേക്ക് കൊടുത്തു. 5 മിനിറ്റിനകം ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങി. ബോബി ചെമ്മണ്ണൂർ ഇതൊക്കെ മൂവ് ചെയ്യാനും മിനിറ്റുകൾക്കുള്ളിൽ നടപടിയെടുക്കാനും കോടതി ചേരുന്നതിന് മുൻപ് പുറത്തിറക്കാനും കഴിയുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നല്ലതുപോലെ അറിയാവുന്ന അഭിഭാഷകരാണ്. തീർച്ചയായിട്ടും ഇവർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം. അതായത് ഇന്നലെ ഈ ബോബി ചെമ്മണ്ണൂർ ഇറങ്ങുന്ന കാര്യത്തിൽ ഒരു അവ്യക്തത ഉണ്ടായപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷക സംഘത്തെ നമ്മൾ വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇന്ന് നിങ്ങൾക്ക് മകരവിളക്കൊക്കെ അല്ലേ എന്നൊരു പരിഹാസ രൂപേണയുള്ള പരാമർശമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ബോബി ചെമ്മണ്ണൂർ ഈ റിമാൻഡ് പ്രതികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ തന്നെ തുടരും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോഴാണ് അഭിഭാഷക സംഘത്തെ വിളിച്ചത്. അപ്പോൾ അഭിഭാഷക സംഘം പറയുന്നത് ഇപ്പോൾ മകരവിളക്കൊക്കെ അല്ലേ, നിങ്ങൾ അതൊക്കെ നോക്കൂ എന്ന തരത്തിലൊരു പരിഹാസമായിരുന്നു പറഞ്ഞത്. നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ഈ മാധ്യമശ്രദ്ധ കിട്ടണം, അയാൾ പുറത്തിറങ്ങുന്നതിന് ഒരു മാധ്യമശ്രദ്ധ കിട്ടണം എന്നൊരു ഉദ്ദേശം ഈ ടീമിനുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യവും. അതുകൊണ്ടാണ് ഈ റിമാൻഡ് പ്രതികളെക്കുറിച്ചൊക്കെയുള്ള കഥകളൊക്കെ അവർ പറയുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ രാവിലെ പുറത്തിറങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞത് റിമാൻഡ് പ്രതികളായിട്ട് കുറച്ചുപേർ കഴിയുന്നുണ്ട്, അവർക്ക് 5000 10,000 ഒന്നും ഒപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, അവരുടെ വിഷയത്തിൽ നിലപെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ദിവസം കൂടി ജയിലിൽ തുടർന്നത് എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞ അതേ ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് ഇന്നാണ് ഇതിൻ്റെ ഉത്തരവ് ജയിലിൽ കിട്ടിയെന്നുള്ളതാണ്. അദ്ദേഹം ഇന്നിപ്പോൾ കാട്ടിയ ആ ഷോ അത് ജയിലിന് മുന്നിൽ ഫാൻസ് അസോസിയേഷൻ കാട്ടിയ കാര്യങ്ങളും കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ പോലീസ് സംവിധാനമോ ചൂണ്ടിക്കാട്ടാൻ ഇടയുണ്ടോ? കാരണം അത്രമേൽ ഒരു പക്ഷേ വിചിത്രമായ കാഴ്ചകളാണ് അവിടെ കണ്ടത്. പലപ്പോഴായി അരുൺ ശങ്കറിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ചിരി അടക്കി പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന കാഴ്ചകളും കണ്ടു. അപ്പോൾ ഒരു വല്ലാത്തൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് ഫാൻസും അവിടെ കാണിച്ചു. തീർച്ചയായിട്ടും അവരോട് സഹതാപം ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഈ കാട്ടിക്കൂട്ടലിൽ കണ്ടപ്പോൾ ചിരിയല്ലാതെ വേറെ ഒന്നും തോന്നിയില്ല. കാരണം കഷ്ടമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം ഈ സംഘത്തെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ നെടുമ്പാശ്ശേരിയിൽ വെച്ചൊരു നെടുമ്പാശ്ശേരിയിൽ KSRTC വെച്ചൊരു പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായപ്പോൾ അതിന് പിടിയിലായ പ്രതിയെ മോചിപ്പിച്ച സമയത്തും ഇവർ ഇങ്ങനെ വന്ന് അയാൾക്ക് വേണ്ടി പടക്കം പൊട്ടുകയും മധുരം വിതരണം ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അവർ ഇത്തരത്തിലുള്ള പരിപാടികളായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ പറയുന്നത് നാട്ടിലെ പുരുഷന്മാരെല്ലാം പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യം നൽകിയ ഉത്തരവിൽ പോലും കോടതി എടുത്തു പറയുന്നുണ്ട് പ്രഥമ ദൃഷ്ട്യാ ഈ കേസ് നിലനിൽക്കും, ഈ കുറ്റകൃത്യങ്ങളൊക്കെ ബോബി ചെമ്മണ്ണൂർ ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാമ്യം അനുവദിക്കുന്നത്. ജാമ്യം അനുവദിക്കാൻ കോടതി എടുത്ത ഒരു നിലപാടെന്ന് പറയുന്നത് ജാമ്യം എന്നുള്ളത് റൂളാണ്, ജയിൽ എന്ന് പറയുന്നത് എക്സെപ്ഷനാണ്. ആ ഒരു റൂളാണ്, ആ ഒരു ഉപാധിയാണ് അല്ലെങ്കിൽ ആ ഒരു മാനദണ്ഡമാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാൻ കോടതി സ്വീകരിച്ചത്. അല്ലാതെ ബോബി ചെമ്മണ്ണൂർ കുറ്റം ചെയ്ത് സംബന്ധിച്ചൊരു സംശയവും കോടതിക്ക് ഇല്ല. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവർ